ശ്രീ ആസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഗുരുവിൻ്റെ ഗോചരം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒക്ടോബർ 19 ഗുരു കർക്കിടക രാശിയിലേക്ക് മാറുന്നുണ്ട്. റിട്ടേൺ ആദ്യം ഒരു ഡിസംബറോട് കൂടിയിട്ട് ഗുരു റിട്ടേൺ മിഥുന രാശിയിലേക്ക് തന്നെ വരും. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു 2 വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാം. ഇടവൻ ലഗ്നക്കാരുടെ നോക്കുകയാണെങ്കിൽ ഇടവൻ ലഗ്നത്തിൻ്റെ മാരക ഗ്രഹമാണ് ഗുരു എന്ന് പറഞ്ഞാൽ, അതായത് ബൃഹസ്പതി വ്യാഴം എന്നൊക്കെ പറഞ്ഞ്, അതായത് 8ാം ഭാവത്തിൻ്റെയും 11ാം ഭാവത്തിൻ്റെയും അധിപനാണ്. കൂടാതെ ശുക്രൻ, അതായത് ലഗ്നാധിപനായ ശുക്രൻ്റെ ശത്രുവാണ് വ്യാഴം. അപ്പോൾ ഇടവൻ ലഗ്നക്കാരെ നോക്കുകയാണെങ്കിൽ ഗുരു 2ാം ഭാവത്തിലും കേതു 4ാം ഭാവത്തിലും രാഹു 10ാം ഭാവത്തിലും ശനി 11ാം ഭാവത്തിലാണ് ഇപ്പോൾ ഗോചരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവിൻ്റെ ഗോചരം നോക്കുകയാണെങ്കിൽ ഗുരു 8ാം ഭാവത്തിൻ്റെയും 11ാം ഭാവത്തിൻ്റെയും അധിപനാണ്. അതായത് 8ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാധയുടെ അല്ലെങ്കിൽ വിഘ്നത്തിൻ്റെ, പിന്നെ ഒക്കൾട്ട് നോളേജ്, നമ്മുടെ ആയുസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു സ്ഥാനമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11ാം ഭാവം എന്ന് വെച്ചാൽ ലാഭത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ആധിപത്യമുള്ള ഗുരു ഇപ്പോൾ 2ാം ഭാവത്തിലാണ് ഗോചരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊരു പ്ലേസാണ്. അതേമാതിരി സംസാരം, പിന്നെ ധനത്തിൻ്റെ, അതായത് ബാങ്ക് ബാലൻസിൻ്റെ ഒക്കെ ഒരു സ്ഥാനമാണ്. പിന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാവമാണ്. പിന്നെ വിദ്യയുടെ സ്ഥാനമൊക്കെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ എന്താ പറയുക, ഈ കാര്യങ്ങളിലൊക്കെ ഗുരുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവൻ ലഗ്നത്തിൻ്റെ ഒരു മാരക പ്ലാനറ്റാണ്. എങ്കിൽ കൂടിയും നമ്മൾ ആരുടെയാണെങ്കിൽ ഇപ്പോൾ ഒരു ദൈവാധീനമൊക്കെ നോക്കുകയാണെങ്കിൽ വ്യാഴത്തിനെ കുറിച്ചല്ല ചിന്തിക്കാം. അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു 2ാം ഭാവം സംബന്ധിച്ച ഗുണഫലങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നൽകും. പിന്നെ 11ാം ഭാവത്തിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭഭാവമാണ്, അതായത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാവമാണ്. അപ്പോൾ ഈ 2ാം സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ നല്ലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതേമാതിരി 8ാം ഭാവത്തിൻ്റെയും ലഗ്നാധിപൻ്റെ ശത്രു ആയതുകൊണ്ട് ഒരു മിക്സ് ചെയ്ത റിസൾട്ടായിരിക്കും. ചില സമയത്ത് കുറച്ചൊക്കെ ഒരു ദോഷഫലങ്ങൾ നമുക്ക് ഉണ്ടാവും. ഗുരുവിൻ്റെ 2ാം ഭാവത്തിൻ്റെ ഗോചരം വളരെ നല്ലതാണ്. ഇടവൻ ലഗ്നം ആയതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഇടവൻ ലഗ്നക്കാർക്ക് 6, 8, 12 ഭാവങ്ങൾ, അതായത് നമ്മൾ ജനിക്കുമ്പോൾ ഗുരു നിൽക്കുകയാണെങ്കിൽ, പിന്നെ രാഹുവിൻ്റെ നക്ഷത്രത്തിലോ കേതുവിൻ്റെ നക്ഷത്രത്തിലൊക്കെ ഗുരു വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും ഈ ലഗ്നക്കാർക്ക്. അങ്ങനെ ഇപ്പോൾ 6, 8, 12 ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിപരീത രാജയോഗം എന്ന് പറഞ്ഞാൽ, അതായത് ഇതൊരു കൺഫ്യൂഷൻ വേണ്ടിയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണതാണ്. അപ്പോൾ 8ാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള കാരണം കൊണ്ട് 6, 8, 12 ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ വിപരീത രാജയോഗം എന്ന് പറയാം. അപ്പോൾ സാധാരണ പക്ഷേ രാജയോഗം മാതിരിയല്ല അത്. നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു റിസൾട്ട് തരാം. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ വിപരീത രാജയോഗം എന്ന് പറയാം. അടുത്തത് ഗുരുവിൻ്റെ ദൃഷ്ടികൾ നോക്കുകയാണെങ്കിൽ ഗുരുവിൻ്റെ 5ാമത്തെ ദൃഷ്ടി 6ാം ഭാവത്തിലേക്ക് വരും. 6ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം, കടം, ശത്രുക്കൾ, ഡെയിലി റുട്ടീൻ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ 6ാം ഭാവം റിലേറ്റ് ചെയ്താണ് ചിന്തിക്കുക. ഇതിലിപ്പോൾ 6ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളായ ഇപ്പോൾ ചൊവ്വ പോലത്തെ ഗ്രഹങ്ങളൊക്കെ വരാണെങ്കിൽ ശത്രുക്കളുടെ ഹാനി വരുത്താനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ 6ാം ഭാവം വെച്ചിട്ടിപ്പോൾ അതുമാത്രമല്ലല്ലോ, രോഗം, അതേപോലെ കടം, ഈ വക കാര്യങ്ങൾക്കൊക്കെ ശാന്തത കൈവരിക്കാൻ, അതായത് കടങ്ങളുണ്ടെങ്കിൽ അത് കുറയുവാനോ അല്ലെങ്കിൽ അത് വീട്ടുവാനുള്ള ഒരു ദൈവാധീനം നമുക്കുണ്ടാവും. അതേപോലെ നമുക്ക് അസുഖങ്ങൾ കുറേ നാളായിട്ടുണ്ടെങ്കിൽ അത് മാറാനോ അല്ലെങ്കിൽ അത് കുറയാനുള്ളൊക്കെ ഒരുപാട് നമുക്ക് ദൈവാധീനം 6ാം ഭാവം റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗുരുവിൽ നിന്ന് ഉണ്ടാവും. ഗുരുവിൻ്റെ 7ാമത്തെ ദൃഷ്ടി വരുന്നത് അഷ്ടമത്തിലേക്കാണ്. അഷ്ടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിഗൂഢ വിദ്യകളുടെ ഒരു സ്ഥാനമാണ്, അതായത് രഹസ്യങ്ങളുടെ ഒരു സ്ഥാനം കൂടിയാണ്. പിന്നെ ആയുസ്സിന് വളരെ നല്ലതാണ്, ഡോക്ടേഴ്സിന് നല്ലതാണ്. പിന്നെ അപകടം പോലത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ സേവ് ചെയ്യാൻ ഗുരുവിൻ്റെ ദൃഷ്ടി അവിടെ നമുക്ക് സഹായമാവും. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞ പ്ലാനറ്റ് ഇടവൻ ലഗ്നക്കാർക്ക് രാജയോഗമൊന്നും തന്നില്ലെങ്കിലും പ്ലേസ്മെൻറ്റ് ഓക്കെയാണ്. അടുത്തത് ഇടവൻ ലഗ്നത്തിൻ്റെ കേതുവിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കാം. കേതു 4ാം ഭാവത്തിലാണ്. 4ാം ഭാവത്തിലുള്ള കേതുവിൻ്റെ പ്ലേസ്മെൻറ്റ് അത് മാത്രമാണ് നമുക്കൊരു ഇത്തിരി ഒരു ബുദ്ധിമുട്ട് പറയാൻ പറ്റുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേതു ഇപ്പോൾ 4ാം ഭാവത്തിൽ വരുമ്പോൾ സ്ഥാനപരിവർത്തനം ഉണ്ടാക്കും എന്തായാലും ഇടവൻ ലഗ്നക്കാർക്ക്. ഇതിലിപ്പോൾ ഇടവൻ ലഗ്നക്കാരുടെ ജാതകത്തിൽ, അതായത് ഞാൻ ജനിക്കുമ്പോഴത്തെ ടൈമാണ് കേട്ടോ, അതായത് ജാതകത്തിൽ കേതു 4, 8, 12 ഭാവത്തിൽ ജാതകത്തിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. കൂടാതെ 4ാം ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ കേതുവിൻ്റെ നക്ഷത്രത്തിൽ അശ്വതി മകം മൂല നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ യോഗം, അതായത് സ്ഥാനപരിവർത്തനം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് പ്രബലമായിട്ട് തന്നെ സംഭവിക്കും. അതായത് 4ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്,
അതേപോലെ കുടുംബം, താമസിക്കുന്നത്, മനസ്സിൻ്റെ ഒരു സ്ഥാനം കൂടി 4-ാം ഭാവം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക, ഒരു പരിവർത്തനങ്ങൾ ഉണ്ടാകും. എന്താ പറയുക, പിന്നെ അമ്മയുടെ ഒരു സ്ഥാനം കൂടി 4-ാം ഭാവം വെച്ചിട്ട് പറയാം. അപ്പോൾ അമ്മയുടെ സർജറി പോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ മനസ്സിൻ്റെ സർജറി, അതായത് മനസ്സിനൊക്കെ ഒരുപാട് പരിവർത്തനങ്ങൾ വരുന്ന ഒരു ടൈം പീരീഡാണിപ്പോൾ. അപ്പോൾ കേതുവിൻ്റെ ഗോചരം മാത്രമാണ് നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഇടവൻ ലഗ്നക്കാർക്ക് പറയാൻ പറ്റുക. ഇടവൻ ലഗ്നക്കാർക്ക് രാഹു 10-ാം ഭാവത്തിലാണ് വരുന്നത്. കർമ്മ മേഖലയിലാണ് രാഹുവിൻ്റെ പ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ശനിരമാരി എന്താണ്, രാഹു ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു പ്ലാനറ്റ് ഒന്നുമല്ല. അതായത് രാഹുവിനൊരു ഹെഡ്, നമ്മൾ ലോജിക്കായിട്ട് പറയുമ്പോൾ ഹെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ണിങ് ആയിട്ടും എന്താ പറയുക, സൂത്രപ്പണിയിലും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ രാഹുവിനെ വരെ ആർക്കും വരില്ല. അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആധുനിക കാലത്തെ നവീനമായ ഇപ്പോൾ ഉള്ള സാങ്കേതിക വിദ്യകളൊക്കെ രാഹുവിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ജോബ് റിലേറ്റ് ചെയ്തുള്ള കർമ്മ മേഖലയിലൊക്കെ കൂടുതൽ കൊണ്ടുവരാൻ പറ്റിയ കുറച്ചും കൂടി രാഹുവിൻ്റെ പ്രസൻസും കുറേ കൂടി ബെറ്റർ ആക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ രാഹു അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവൻ ലഗ്നക്കാർക്ക് വളരെ നല്ലതാണ്. 10-ാം ഭാവവും രാഹുവിൻ്റെ നല്ല പ്ലേസ്മെൻ്റാണ്. അടുത്തത് ശനിയാണ്. അപ്പോൾ ശനിയുടെ കാര്യം, ഇടവൻ ലഗ്നക്കാർക്ക് യോഗകാരകനായ ഒരു പ്ലാനറ്റാണ്. അതായത് കേന്ദ്രത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും ആധിപത്യം ശനിക്കുണ്ട്, അതായത് 9-ൻ്റെയും 10-ൻ്റെയും. അപ്പോൾ ശനി ഇടവൻ ലഗ്നക്കാർക്ക് അത്രയും യോഗകാരകനായ ഒരു പ്ലാനറ്റാണ്. ശനി 11-ലാണ്. അപ്പോൾ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാവമാണ്. അപ്പോൾ 9-ഉം 10-ൻ്റെയും ഭാവാധിപൻ 11-ൽ നിൽക്കുന്നു. 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണ്. 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ എഫേർട്ട് എടുത്തതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ടൈം പീരീഡാണ്. പിന്നെ ഭാഗ്യം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്. ശനിയുടെ ദൃഷ്ടികൾ നോക്കുകയാണെങ്കിൽ 3 ദൃഷ്ടികളാണുള്ളത്. അതിൽ 3-ാമത്തെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ലഗ്നത്തിലേക്ക് വരും. ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയമാണ്. അപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ വ്യക്തിത്വത്തിലുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശനി അവിടെ ശ്രമിക്കും. ശനിയുടെ 7-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ 5-ാം ഭാവത്തിലേക്ക് വരും. ഇടവൻ ലഗ്നത്തിൻ്റെ 5-ാം ഭാവത്തിലേക്ക് വരും. 5-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നി രാശിയാണ്, ശനിയുടെ മിത്രത്തിൻ്റെ രാശിയാണ്. അപ്പോൾ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻ്റലിജൻസ് സന്താനങ്ങളുടെയൊക്കെ ഒരു രാശിയാണ്. അപ്പോൾ നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കാനൊക്കെ ശനിയുടെ ഈ ദൃഷ്ടി നമുക്ക് സഹായമാവും. എന്താ കാരണം എന്ന് വെച്ചാൽ ശനി എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ ആയ പ്ലാനറ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നതിനേക്കാളും വളരെ ചിന്തിച്ചിട്ടായിരിക്കും നമ്മുടെ ഓരോ ഡിസിഷൻസും നമ്മൾ എടുക്കുക, തീരുമാനം. ശനിയുടെ 10-ാമത്തെ ദൃഷ്ടി വരുന്നത് 8-ാം ഭാവത്തിലേക്ക് വരും. 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ അതായത് ലഗ്നത്തിൻ്റെ 8-ാം ഭാവം. 8-ാം ഭാവത്തിലേക്ക് 2 മെയിൻ പ്ലാനറ്റ്സിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ഒന്ന് ശനിയുടെയും ഒന്ന് വ്യാഴത്തിൻ്റെയും ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളുടെ ഒരു ഭാവമാണ്. അപ്പോൾ 8-ാം ഭാവം റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തായാലും ഒരു വിശേഷകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗൂഢരഹസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കർമ്മമേഖലകളുടെ രഹസ്യങ്ങൾ, അതായത് കർമ്മമേഖല റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആ രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു എന്താ പറയുക, എക്സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ആസ്ട്രോളജേഴ്സിനും അതേമാതിരി ഡോക്ടേഴ്സിനൊക്കെ വളരെ നല്ലൊരു ടൈം പീരീഡാണ്. പുതിയ വിദ്യകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും തീർച്ചയായിട്ടും നമുക്ക് ഈ ടൈം പീരീഡ് ഉപകരിക്കും.